അമേരിക്ക നാടുകടത്തിയ അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ വഹിച്ചുള്ള സൈനിക വിമാനം പഞ്ചാബിലെത്തി. 12 കുട്ടികളും 25 സ്ത്രീകളും ഉൾപ്പെടെ 104 ഇന്ത്യക്കാരാണ് ഇന്നെത്തിയത്. അമൃത്സർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ സംഘത്തെ പഞ്ചാബ് സർക്കാർ സ്വീകരിച്ചു. US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം കടുപ്പിച്ച കുടിയേറ്റ നയത്തിന്റെ ഭാഗമായാണ് ഇന്ത്യൻ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക നാടുകടത്തിയത്. ബുധനാഴ്ച ഉച്ചയോടെ പഞ്ചാബിലെ അമൃത്സർ ശ്രീ ഗുരു രാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ 104 പേരെ പഞ്ചാബ് സർക്കാർ സ്വീകരിച്ചു. US സൈന്യത്തിന്റെ C-17 വിമാനം ചൊവ്വാഴ്ചയാണ് ടെക്സസിൽ നിന്ന് പുറപ്പെട്ടത്. 12 കുട്ടികളും 25 സ്ത്രീകളുമാണ് ആദ്യഘട്ട സംഘത്തിലുള്ളത്. പഞ്ചാബ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണ് നാടുകടത്തപ്പെട്ടവരിലധികവും. പഞ്ചാബിൽ നിന്ന് 30ഉം ഗുജറാത്തിൽ നിന്ന് 33 പേരുമാണ് സംഘത്തിലുള്ളത്. ശേഷിക്കുന്നവർ ഹരിയാന, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ചണ്ഡീഗഡ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ഇന്ത്യക്കാരെ സ്വീകരിച്ച പഞ്ചാബ് സർക്കാർ US സർക്കാരിനെതിരെ വിമർശനവും നടത്തി. ഇവർക്ക് അമേരിക്ക സ്ഥിരതാമസത്തിന് അനുമതി കൊടുക്കണമായിരുന്നുവെന്ന് സംസ്ഥാന NRI കാര്യമന്ത്രി കുൽദീപ് സിംഗ് ധലിവാൾ പറഞ്ഞു. US സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകിയവരെന്ന നിലയിൽ കുടിയേറ്റക്കാരെ അമേരിക്ക പരിഗണിക്കണമെന്നും ധലിവാൾ പറഞ്ഞു. അതേസമയം അനധികൃതമായി കുടിയേറിയവരെ തിരിച്ചയക്കുന്ന അമേരിക്കയുടെ നടപടിയോട് തുറന്ന സമീപനമാണുള്ളതെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ പ്രതികരിച്ചു. ട്രംപ് അധികാരത്തിലേറിയ ജനുവരി 20-ന് ആദ്യമായി ഒപ്പുവെച്ച സുപ്രധാന ഉത്തരവായിരുന്നു അനധികൃത കുടിയേറ്റക്കാരുടെ കൂട്ടനാടുകടത്തൽ. മെക്സിക്കോ കഴിഞ്ഞാൽ US-ലെ ഏറ്റവും വലിയ കുടിയേറ്റ സമൂഹമായ ഇന്ത്യക്കാർ 11 ദശലക്ഷത്തോളം അനധികൃതമായി കുടിയേറി എന്നാണ് കണക്ക്. US സൈനിക വിമാനം ഉപയോഗിച്ചുള്ള ഈ നാടുകടത്തലിൽ അമേരിക്കയിൽ നിന്ന് ഏറ്റവും ദൂരമുള്ള രാജ്യമാണ് ഇന്ത്യ. മെക്സിക്കോ, ഗ്വാട്ടിമാല, പെറു, ഹോണ്ടുറാസ് എന്നിവിടങ്ങളിലേക്കും കഴിഞ്ഞ ആഴ്ചകളിൽ ഈ രീതിയിൽ നാടുകടത്തൽ നടപ്പിലാക്കിയിരുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.